ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ഒരു വചന സന്ദേശമാണ്. ആ വചന സന്ദേശം സുഭാഷിതങ്ങൾ 30-ാം അധ്യായം 33-ാമത്തെ വചനമാണ്. അതിൻ്റെ വെളിച്ചത്തിൽ ഞാനിന്ന് നൽകിയിരിക്കുന്ന ഒരു ശീർഷകം ഇതാണ്: മൂക്കിനിടിച്ചാൽ ചോര, നാക്കിനടിച്ചാൽ നാശം. ഇത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാലോ, ഒരാളുടെ മൂക്കിന് നമ്മൾ ഇടി കൊടുത്താൽ ചിലപ്പോൾ മൂക്കിൽ നിന്ന് ചോര വരും. അതുപോലെ തന്നെ ഒരാളെ നമുക്ക് നാക്ക് കൊണ്ട് അടിച്ച് നശിപ്പിക്കാൻ പറ്റും, അതിലൂടെ നമുക്കും നശിക്കാൻ പറ്റും. അതുകൊണ്ടാണ് മൂക്കിനടിച്ചാൽ ചോര, നാക്കിനടിച്ചാൽ നാശം എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. ആദ്യമായിട്ട് തന്നെ ആ വചനം അവിടെ അതിൻ്റെ ഉള്ളടക്കം നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സുഭാഷിതങ്ങൾ 30-33-ാമത്തെ വചനം: പാല് കടഞ്ഞാൽ വെണ്ണ കിട്ടും. നമുക്കറിയാവുന്ന. എന്നിട്ട് പറയാണ്, മൂക്കിനിടിച്ചാൽ ചോര വരും, കോപം ഇളക്കി വിട്ടാൽ കലഹമുണ്ടാകും. ഈ 3 കാര്യങ്ങൾ അവിടെ ഒന്നിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പാല് കടഞ്ഞാൽ വെണ്ണ കിട്ടും എന്ന് പറഞ്ഞ പോലെ മൂക്കിനിടിച്ചാൽ ചോര വരും. വേണമെങ്കിൽ നമുക്ക് കോപം ഇളക്കി വിടാം. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ കോപം ഇളക്കി വിടാം നമ്മുടെ അശ്രദ്ധമായ സംസാരം കൊണ്ട്. അവിടെ എന്തുണ്ടാകും? കലഹമുണ്ടാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, പരുഷമായ വാക്ക് ഉപയോഗിക്കുന്നത് മൂക്കിനിടിക്കുന്നതിന് സമാനമാണ്. നമ്മളൊരാളെ മൂക്കത്ത് ഇടിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ പോലും ഏതാണ്ട് സമാനമായ കാര്യം ചെയ്യാൻ പറ്റും. അതാണ് പരുഷമായ വാക്ക്. സുഭാഷിതങ്ങൾ 15-1-ാമത്തെ വചനം പറയാണ്, പരുഷമായ വാക്ക് കോപം ഇളക്കിവിടും. ഇവിടെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ അത് ശ്രവിക്കുന്നവരിൽ കോപം ഇളക്കിവിടും. ഇതാണ് വചനം പറയുക. സങ്കീർത്തനം 66-7-ാമത്തെ വചനം അത് പറയുന്നുണ്ട്, ഈ ചിലര് കലഹപ്രിയരാണ്, എങ്ങനെയെങ്കിലും കലഹം ഉണ്ടാക്കുക. ഇനി അതിൻ്റെ പ്രധാന കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരമാണ്. കലഹപ്രിയർ അഹങ്കാരികളാണ്. ഇങ്ങനെ നിരന്തരമായിട്ട് കലഹിക്കുന്നവര് അഹങ്കാരത്താൽ നയിക്കപ്പെടുന്നവരാണ് എന്ന കാര്യം വിസ്മരിക്കരുത്. സുഭാഷിതങ്ങൾ 27-15 അവിടെ പറഞ്ഞിരിക്കുകയാണ്, കലഹപ്രിയായ ഭാര്യയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഭാര്യ കലഹപ്രിയയാണെങ്കിൽ അവള് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചാറ്റൽ മഴ പോലെയാണ്. നല്ല മഴയാണെങ്കിൽ പെയ്തങ്ങ് തീരും. ഇതങ്ങനെയല്ല, ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചാറ്റൽ മഴ. ഏതാണ്ട് അതുപോലെയാണ് കലഹപ്രിയായ ഭാര്യ പ്രവർത്തിക്കുക എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഭാര്യയാണേലും ഭർത്താവാണേലും ഇന്ന് ഭാര്യമാരെക്കാൾ വഷളായിട്ട് ഈ ഒരു കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരെയും നമുക്ക് കാണാൻ പറ്റും. യെശയ്യാ 1:28 വായിച്ചാൽ, കലഹപ്രിയർ ഒന്നടങ്കം നശിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. കലഹപ്രിയർ. അപ്പം നമ്മൾ ആ ഒരു കലഹപ്രിയം വിടാതിരുന്നാൽ നമ്മൾ നശിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 2 തീമോത്തി 2:24 വായിച്ചാൽ, കർത്താവിൻ്റെ ദാസർ ഒരിക്കലും കലഹപ്രിയരാകരുത്. നമുക്ക് കലഹപ്രിയം ചേർന്ന ഒരു കാര്യമല്ല എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, പ്രഭാഷകൻ 23-8-ാമത്തെ വചനം ഒരിക്കലും വിസ്മരിക്കരുത്. പ്രഭാഷകൻ 23:8 അവിടെ പറഞ്ഞിട്ടുണ്ട്, പലരുടെയും പതന കാരണം അവരുടെ ചുണ്ടുകളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നാവിനെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ വായ നമ്മൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഒരുപാട് വീഴ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പലരുടെയും പതനം, വീഴ്ചയുടെ കാരണം അവരുടെ ചുണ്ടുകളാണ്. പ്രഭാഷകൻ 28:13 മുതൽ വായിക്കുമ്പോൾ അറിയാം, ദൈവദൂഷണം മാരകമായൊരു പാപമാണ്. തല കൊയ്യുന്ന ഒരു പാപമായിട്ടാണ് വചനം അതിനെ ചൂണ്ടിക്കാണിക്കുക. അത് കഴിഞ്ഞാൽ പരദൂഷണം. ദൈവദൂഷണം കഴിഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഒരു പാപമാണ് പരദൂഷണം. അപവാദം, പരദൂഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പ്രഭാഷകൻ 28:13 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അത് വൻ നാശം വിതയ്ക്കുന്ന കാര്യമാണെന്ന് ഈ അധ്യായം 1 മനസ്സിരുത്തി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ ബർണാഡ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അപവാദം, പരദൂഷണം, അതിൻ്റെയൊക്കെ ഇഫക്റ്റ് വളരെ വലുതാണ്. സാധാരണ ഒരു പാമ്പിൻ്റെ, സ്നേക്കിൻ്റെ ടങ്ങിൻ്റെ ഒരു പ്രത്യേകത, നാവിൻ്റെ പ്രത്യേകത സ്പ്ലിറ്റ് ടങ്ങാണ്. അപ്പം അതുകൊണ്ട് പാമ്പ് കൊത്തിയാൽ 2 സ്ഥലത്താണ് മുറിവുണ്ടാകുക, വിഷം കയറുക. ഏതാണ്ട് ഇതുപോലെ വിശുദ്ധ ബർണാഡ് പറയുകയാണ്, അപവാദം പറയുമ്പോൾ 2 മേഖലയിൽ നമ്മൾ വിഷം കുത്തിവെക്കുക. ഒന്ന്, നമ്മൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്ന വ്യക്തിയിൽ വിഷം കുത്തുന്നു. രണ്ടാമത്തേത്, നമ്മൾ ആരെക്കുറിച്ച് പറയുന്നു, അതുകൊണ്ടാണല്ലോ അപവാദം എന്ന് പറയുന്നത്. ആരെക്കുറിച്ച് പറയുന്നോ അവരിലും വിഷം കുത്തിവെക്കുകയാണ് നമ്മൾ ചെയ്യുക. ഇങ്ങനെ 2 സ്ഥലത്ത് വിഷം കുത്തിവെക്കുന്ന ആ വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? കംപ്ലീറ്റ് വിഷമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വൻ നാശം വിതയ്ക്കും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 28:26 നാവിൻ്റെ വീഴ്ച അനേകരുടെ വീഴ്ചയ്ക്ക് കാരണമാകും. ഇവിടെ സംസാരത്തിൽ വീഴ്ച വന്നാൽ അനേകരുടെ വീഴ്ചയ്ക്ക് അത് കാരണമാകും. സുഭാഷിതങ്ങൾ 15:4 വികടവാക്ക് മനസ്സ് പിളർക്കും. അത് പങ്കാളിയോടാണേലും, മാതാപിതാക്കളോടാണേലും, മക്കളോടാണേലും, സഹോദരങ്ങളോടാണേലും വികടവാക്ക് നമ്മൾ ഉപയോഗിച്ചാൽ അത് അവരുടെ മനസ്സ് പിളർക്കും. പ്രഭാഷകൻ 5:14 നാവ് കൊണ്ട് കെണി വെക്കരുത്. ചിലര് ഈ സംസാരം കൊണ്ട്
കെണിവെക്കുന്ന ആ ഒരു അവസ്ഥ, മനോഭാവം, സ്വഭാവ രീതികൾ പ്രകടമാക്കുന്നത് കാണാൻ പറ്റും. മറ്റൊന്ന്, ഒരിക്കലും നമുക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് നല്ലതല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് മൂന്നാമതായിട്ട് നമ്മൾ കാണുക, ഡബിൾ സ്റ്റാൻഡേർഡ്. യാക്കോബ് 3-ാം അധ്യായം നമ്മുടെ സംസാരത്തിൽ വരുന്ന തെറ്റുകളെക്കുറിച്ച്, സംസാരത്തിൽ തെറ്റ് പറ്റാതിരുന്നാൽ നമുക്ക് പരിപൂർണരാകാൻ പറ്റും, ഇതെല്ലാം ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ യാക്കോബ് 3, പ്രത്യേകിച്ച് 9-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തെ സ്തുതിച്ച് അതേ നാവ് കൊണ്ട് നിനക്ക് എങ്ങനെ നിന്റെ സഹോദരങ്ങളെ പഴിക്കാൻ പറ്റും? ഡബിൾ സ്റ്റാൻഡേർഡ്. ഇനി ദൈവിക കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ 100 നാവ്, അതേ നാവ് കൊണ്ട് മറ്റുള്ളവരെ പഴിക്കുകയും താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയും അങ്ങനെയുള്ള അവരെ മുറിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ. ഇതിന് ഡബിൾ സ്റ്റാൻഡേർഡ് എന്നാണ് ദൈവവചനം പഠിപ്പിക്കുക. അത് നല്ലതല്ല. 1 യോഹന്നാൻ 4-ാം അധ്യായം 20-ാമത്തെ വചനം പറയുന്നൊരു കാര്യമുണ്ട്. കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതിരുന്നാൽ നീ സത്യവാനാണോ കള്ളനാണോ മനസ്സിലാക്കാനാണ് അവിടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും പറ്റുന്നില്ലെങ്കിൽ ദൈവവുമായിട്ട് നമുക്ക് എന്ത് ബന്ധം, ദൈവത്തോട് എന്ത് സ്നേഹം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. അവസാനമായിട്ട്, അഭിഷേകമുള്ള നാവാണ് നമ്മുടെ നാവെങ്കിൽ അതുമൂലം ഉണ്ടാകാവുന്ന നേട്ടം വളരെ വലുതാണ്. നമ്മൾ കാണുന്നുണ്ട്, അങ്ങനെയുള്ളവർക്ക് വിക്കോ ഭാഷയോ അല്ലെങ്കിൽ ഒരു ഭാഷ അറിയാൻ മേലാത്തതോ ഒന്നും ഒരു തടസ്സമാകത്തില്ല. മോശ വിക്കനായിരുന്നു, എന്നിട്ട് എത്ര ശക്തനായ ഒരു നേതാവായിട്ട് അവൻ മാറി. അഭിഷേകം, അവൻ്റെ നാവിനും അഭിഷേകം ഉണ്ടായിരുന്നു. വചനം അവൻ്റെ നാവിൽ വെച്ച് ദൈവം അഭിഷേകം ചെയ്തു. പുറപ്പാട് 4-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 15 വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ഇന്ന് ചില മിഷണറിമാർ അവർ വിശിഷ്ടമായി ശുശ്രൂഷ ചെയ്യുന്നത് ഭാഷ അറിയാവുന്നത് കൊണ്ടല്ല, അഭിഷേകമുള്ളത് കൊണ്ടാണ്. 1 കൊരിന്തോസ് 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനം എടുത്താൽ ഭയചകിതനായ പൗലോസിനെ കാണാൻ പറ്റും. പൗലോസ് പറഞ്ഞത്, ഞാൻ വരുന്നത് വാക്വിലാസം കൊണ്ടൊന്നുമല്ല, ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രൂശിതനായ കർത്താവിനെ കുറിച്ചാണ്. എത്ര ശക്തമായ ഒരു നേതാവാകാൻ അവന് സാധിച്ചു, എത്രമാത്രം അത് ഫലം പുറപ്പെടുവിച്ചു അവൻ്റെ ശുശ്രൂഷകൾ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് അറിവോ അല്ലെങ്കിൽ ചങ്കൂറ്റമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടല്ല, അഭിഷേകം ഉണ്ടായിരുന്നുകൊണ്ട്. ജെറമ്യാ 15:19 വായിച്ചാൽ, നിന്റെ നാവ് അഭിഷേകമുള്ള നാവാണെങ്കിൽ നീ എൻ്റെ നാവ് പോലെയാവും. വിലകെട്ടതൊന്നും പറയാതെ സത്വചനങ്ങൾ മാത്രമാണ് നീ സംസാരിക്കുന്നതെങ്കിൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയാവും. നമുക്ക് ഈ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ആത്മീയമായിട്ട് നമുക്ക് ഒരുപാട് വളരാനായിട്ട് സാധിക്കും. വചനം ധ്യാനിച്ച് നമുക്കിനി നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുകയും ചെയ്യാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.